ബോസ് വീട്ടിൽ അവർക്ക് പ്രത്യേകിച്ച് ടാസ്ക് ഒന്നും ഇല്ലാത്തത് കാരണം അവരവിടെ ഇരുന്ന് ഭയങ്കര സംസാരമാണ്. എല്ലാവരും ടോപ്പ് 5 പ്രഡിക്ഷൻ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ടോപ്പ് 5-ൽ വരിക എന്നുള്ളതാണ് അവിടെ ചർച്ച. എന്തായാലും ജാസ്മിൻ്റെ ടോപ്പ് 5-നെ കുറിച്ച് ജിൻഡോയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ജിൻഡു ചോദിക്കുന്നുണ്ട്, ടോപ്പ് 5 നിന്റെ മനസ്സിൽ ആരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ്റെ ടോപ്പ് 5 പ്രഡിക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായിട്ട് അർജുൻ, രണ്ടാമതായിട്ട് ജിൻഡോ, മൂന്നാമതായിട്ട് ജാസ്മിൻ്റെ എൻ്റെ പ്രഡിക്ഷൻ ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ അതിലുണ്ടാകുമല്ലോ എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. പിന്നെ അഭിഷേക്, പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ഋഷിയുടെ പേരാണ്. അവിടെ തുടക്കത്തിൽ പറയുന്നത് അർജുൻ, ജിൻഡോ, ജാസ്മിൻ, അത് കഴിഞ്ഞാൽ അഭിഷേക്, പിന്നെ ഋഷി. ഇതാണ് ജാസ്മിൻ്റെ ടോപ്പ് 5 പ്രഡിക്ഷൻ. ജാസ്മിൻ്റെ ടോപ്പ് 5 പ്രഡിക്ഷൻ വലിയ കുഴപ്പമില്ലാത്ത പ്രഡിക്ഷനായിട്ടാണ് കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ടോപ്പ് 5 വരണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും ഏറെക്കുറെ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. ഋഷിക്ക് ടോപ്പ് 5-ൽ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഋഷിക്ക് കപ്പെടുക്കണമെന്ന് തന്നെയാണ് ഋഷിയുടെ ആഗ്രഹം. ഋഷി കപ്പെടുക്കുന്നതാണ് ഋഷി അവിടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ എനിക്ക് കപ്പ് തരുമെന്നാണ് അവിടെ ഋഷി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അർജുൻ ടോപ്പ് 5-ൽ വരുമെന്ന് അർജുനും വിശ്വാസമുണ്ട്. തീർച്ചയായും ജാസ്മിന് വരുമെന്ന് വിശ്വാസമുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ആ വീട്ടിൽ ഏകദേശം ഉറപ്പുള്ള പേരാണ്, ഏകദേശം നല്ല ഫുൾ ഉറപ്പുള്ള പേരാണ് അവിടെ ജിൻഡോ എന്നുള്ളത്. പിന്നെ അഭിഷേക് ഓൾറെഡി ടോപ്പ് 5-ലേക്ക് ടിക്കറ്റ് ഫിനാലെ വിജയിച്ച് കയറിയതുകൊണ്ട് അവിടെ അഭിഷേകും വരും എന്നുള്ള കാര്യം അവർക്ക് ഷുവറാണ്. ജാസ്മിൻ്റെ ടോപ്പ് 5 പ്രഡിക്ഷൻ ഏകദേശം ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഋഷിയുടെ സ്ഥാനത്ത് ആള് മാറുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സംശയം തോന്നുന്നുള്ളൂ. എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ?